may God's name be glorified. Daniel പ്രവചനം The book of Daniel. അഞ്ചാം അധ്യായത്തിൽ നിന്ന് ചില ആലോചനകൾ പറയാമെന്നാണ് കർത്താവിനെ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. I would like to bring some thoughts from book of Daniel chapter 5. ദാനിയേൽ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ കൂടുതൽ ചരിത്രങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രവചനങ്ങളെക്കാൾ വലിയായിരിക്കും. More historical information we see in chapter 5 than the prophetical information. ഈ അഞ്ചാം അധ്യായത്തിന്റെ പശ്ചാത്തലം അല്പമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. We have to know the context of chapter 5. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലെ 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. So as we read from chapter 4, the context is that it's just happening after the 70 years of captivity. കോരസ് രാജാവ് പ്രവാസികൾക്ക് തിരിച്ചു പോകാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. Cyrus made a decree that the people who were in exile can return. ഈ അഞ്ചാം വാക്യത്തിന്റെ ആരംഭത്തിൽ രേഖപ്പെട്ടിട്ടുള്ള ബെൽശസ്സർ രാജാവ്, ആ ബെൽശസ്സർ രാജാവിന്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So in chapter 5 we read about Belshazzar and his father was Nebuchadnezzar, about whom we read in chapter 4. നെബൂഖദ്നേസർ രാജാവിന്റെ അഹങ്കാരവും ഗർവവും നിമിത്തം ആ രാജാവിനെ മനുഷ്യരുടെ ഇടയിൽ നിന്നും മാറ്റി കാട്ടുമൃഗങ്ങളോടൊപ്പം വസിച്ച് കാളയെപ്പോലെ പുല്ല് തീറ്റിക്കുമാറാക്കി. And we know about Nebuchadnezzar because of his arrogance and pride. The Lord humiliated him and he was humbled and he was eating grass like a wild animal. ഇതിന്റെ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും പ്രാരംഭമായി വായിച്ചുകൊള്ളട്ടെ. ബെൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് ഒരുക്കി. അവർ കാണുക വീഞ്ഞ് കുടിച്ച് ബെൽശസ്സർ വീഞ്ഞ് കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരാൻ കൽപ്പിച്ചു. Chapter 5 verses 1 and 2. The king made a great feast to 1,000 of his lords and drank wine before the 1,000. Belshazzar, while he tasted the wine, commanded to bring the golden and silver vessels which his father Nebuchadnezzar had taken out of the temple which was in Jerusalem, that the king and his princes, his wives and his concubines might drink therein. തന്റെ അപ്പനായ നെബൂഖദ്നേസറിനെ സംഭവിച്ചിട്ടുള്ളതെല്ലാം ഈ മകന് നല്ലതുപോലെ അറിയാവുന്നതായിരുന്നു. So Belshazzar, the son of Nebuchadnezzar, he knew everything what happened to Nebuchadnezzar. ഈ വിരുന്ന് ബേൽ എന്ന ദേവന് വേണ്ടി അർപ്പിച്ച ഒരു വിരുന്നായിരുന്നു. So that was a feast made in honor of Baal, a god of Babylon. ബെൽശസ്സർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബേൽ എന്ന ദേവൻ രാജാവിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. So the meaning of that Belshazzar is that the god Baal protects the king. നാം സദൃശവാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് നന്നല്ല. So in book of Proverbs we read that it's not good for kings to drink wine. അതും ഇതുപോലെയുള്ള പരസ്യമായി രാജാക്കന്മാർ വീഞ്ഞ് കുടിക്കാറില്ല. Especially drinking in public, kings never used to do that. ഇത് രാജാക്കന്മാരെ പ്രൗഢിക്ക് ചേർന്നതല്ല. So that's not according to their position. എന്നാൽ ഇവിടെ ഈ ബെൽശസ്സർ രാജാവ് ഭാര്യമാരും വെപ്പാട്ടുകളും ചേർന്ന് പരസ്യമായി വീഞ്ഞു കുടിക്കുകയാണ്. But here we read the king Belshazzar with his wives and concubines drinking wine publicly. ഇത് രാജാവ് ചെയ്ത ആദ്യത്തെ വലിയ പാപം. That was the first sin he committed. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് യെരൂശലേമിൽ നിന്നും കൊണ്ടുവന്നുള്ള ആ പൊൻപാത്രങ്ങളിലും വെള്ളിപ്പാത്രങ്ങളും അത് വീഞ്ഞു കുടിക്കുവാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. The second sin that he committed was that he used the golden and silver vessels brought from the temple of Jerusalem. ബെൽശസ്സർ രാജാവിന്റെ അപ്പനായ നെബൂഖദ്നേസർ ഒരു വിഗ്രഹാരാധി ആയിരുന്നു എങ്കിൽ തന്നെയും താൻ യെരൂശലേമിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പാത്രങ്ങൾ ഒന്നും ഇതുപോലെ ഉപയോഗിച്ചിരുന്നില്ല. അത് ഒരു മുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. Though Nebuchadnezzar, the father of Belshazzar, though he was an idol worshipper, he never used these things for a feast purpose, these vessels. He had kept that vessels in a room. എന്നാൽ തന്റെ മകനായ ഈ രാജാവ് ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ആ പൊൻപാത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കുകയാണ് വീഞ്ഞു കുടിക്കുവാനായി. But here we see the son Belshazzar, he is challenging God, he is using that for drinking wine. ഇത് ഈ രാജാവിന്റെ മരണത്തിന് ഹേതുവായി എന്നുള്ളത് ഈ അധ്യായത്തിന്റെ ഒടുവിൽ നമുക്ക്
പരിശോധിച്ചാൽ കാണുവാൻ. And from the end of the chapter, we understand that as the result of that, he had to die. ഈ രാജാവ് വിരുന്ന് കഴിച്ച ഹോളിനെ കുറിച്ച് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So the archaeologists, they record about the hall where this feast was conducted. 60 അടി വീതിയും 172 അടി നീളവും ഏകദേശം 10320 സ്ക്വയർ ഫീറ്റിലുള്ള വലിയ ഒരു ഹോളിലാണ് ഈ വിരുന്ന് കഴിക്കുന്നത്. So this amount of the size of the hall was so massive, 60 feet wide and 172 feet in length and more than 1300 square feet. അവർ ഈ വിരുന്ന് കഴിക്കുമ്പോൾ അവർ വളരെ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് അവർ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത്. So they were all participating in this feast with a great confidence that they are secure there. ഈ ബാബിലോൺ പട്ടണം പിടിച്ചെടുക്കുവാൻ എളുപ്പമുള്ള കാര്യമല്ല. So it was not easy to conquer and capture this city Babylon. അതിന്റെ ആ മതിലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 87 അടി വീതിയും 387 അടി ഉയരവുമുള്ള വലിയ മതിലുകളാണ്. ആ മതിലുള്ള ഒരു കോട്ടയാണത്. Because the width of the wall was 87 feet, in width and more than 300 feet in its height. ഈ കോട്ടയുടെ വിസ്താരം എന്ന് പറയുന്നത് 15 മൈൽ വീതിയും 15 മൈൽ നീളമുള്ള ഒരു സമചതുര കോട്ടയാണത്. So that that entire city was 15 feet in width and 15 miles in length. ഒരു 20 വർഷം അതിലുള്ളവർക്ക് സുഖമായി ഭക്ഷിക്കാനുള്ള പല ഉൽപ്പന്നങ്ങൾ അതിൽ തന്നെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. So the food that stored in that city was enough for the people to survive for 20 years. 4 രഥങ്ങൾ ഒരുമിച്ച് ഈ മതിലിന്റെ മുകളിൽ കൂടി സഞ്ചരിക്കാനായിട്ട് കഴിയും. So 4 chariots could travel on that wall at a time. ഇതിന്റെ താഴെ കൂടിയാണ് യൂഫ്രട്ടീസ് നദി ഒഴുകുന്നത്. So the Euphrates river that flows under the wall. അതിനോട് ചേർന്നാണ് കോട്ടയുടെ ഗേറ്റ് ഉള്ളത്. ഗേറ്റ് താമ്രം കൊണ്ടുള്ളതായിരുന്നു. And near to that we see the gate of that city Babylon that was made with bronze. അപ്പോൾ ഒരു ശത്രുവിനും അകത്ത് കടക്കുവാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ വളരെ സുരക്ഷിതരായിട്ടാണ് അവർ ഈ വിരുന്ന് പങ്കുചേരുന്നത്. So no enemy can never enter into that city. So with such confidence they were feasting themselves. ഈ വിരുന്ന് ബാൽ ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള വിരുന്നായിരുന്നു. So that was in honor of and to please the god Baal. ഇവിടെ അതിന്റെ 3-ാം വാക്യത്തിൽ അവർ അതിനുശേഷം വിരുന്നിൽ വീഞ്ഞു കുടിച്ച് അവർ ദേവന്മാരെ കല്ലുകൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള ദേവന്മാരെ ആരാധിച്ചു എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. And from verse 3 we read that after drinking that from that wine they started to praise the god made of gold, silver, stone and other materials. എന്നാൽ യിരെമ്യാ പ്രവാചകനിലെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട് ഈ ബാബേൽ നഗരം പിടിക്കപ്പെടും എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ. But even 100 years before, Jeremiah had prophesied that it will be, this city will be taken, will be taken. നമുക്ക് ആ വേദഭാഗം കൂടെ വായിക്കാം. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം. Jeremiah chapter 51 verse 57. ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപന്മാരെയും സ്ഥാനാധിപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും. അവർ ഉണരാതവണ്ണം നിദ്ര കൊള്ളും എന്ന് സൈന്യങ്ങളിലെ യഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. ഇതിനോട് ചേർന്ന് നമുക്ക് 51-ന്റെ ആദ്യ വാക്യം കൂടെ വായിക്കാം. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേലിന്റെ നേരെയും എൻ്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകന്റെ മനസ്സ് ഉണർത്തും. Raise up against Babylon and against them that dwell in the midst of them, that rise up against me the destroying wind. ഇന്നത്തെ ഈ കൽദയദേശം എന്ന് പറയുന്നത് ബാബിലോൺ ഇന്നത്തെ ഇറാഖിലാണുള്ളത്. So the Chaldeans or the Babylonians, that place at present is in Iraq. ഇവർ ഈ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം മേദ്യ രാജാവായ ദാരിയാവേശിനെയും പാർസി രാജാവായ കോരസിന്റെയും മനസ്സിനെ ഉണർത്തി. So we read that when they were conducting, these Babylonians were conducting the feast, God spoke to the heart of the Cyrus and also of Darius. ഈ കോരസിന്റെ അങ്കിളാണ് ദാരിയാവേശ്. Darius is the uncle of Cyrus. ചരിത്രകാരന്മാർ പറയുന്നു. So according to the historians, നമുക്കിതിന്റെ 5-ഉം 6-ഉം വാക്യം കൂടെ നോക്കാം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു വിളക്കിന് നേരെ രാജധാനിയുടെ ചൂര്യന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു.
ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പ് എഴിഞ്ഞു കാൽമുട്ടുകൾ ആടി രാജാവ് ഉറക്കെ നിലവിളിച്ചു. So in verse 5 we read that, can you please read verse 5? In the same hour came forth fingers of a man's hand, and wrote over against the candlestick upon the plaster of the wall of the king's palace. And the king saw the part of the hand that wrote. Then the king's countenance was changed, and his thoughts troubled him, so that the joints of his loins were loose, and his knees smote one against another. ഇവിടെ ഈ ഒരു വാക്ക് തൽക്ഷണം എന്നുള്ള വാക്ക് വളരെ പ്രധാനമുള്ളതാണ്. കാരണം ആ പാർട്ടിയുടെ അതിൻ്റെ ഔന്നിത്യത്തിൽ, അതായത് അവർ വീഞ്ഞു കുടിച്ച് ഈ ദേവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ഔന്നിത്യത്തിൽ എത്തിയപ്പോൾ തന്നെ തൽക്ഷണം കൈവിരലുകൾ വന്ന് ഒരു രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. So there we read that at the same time, at that time, that means when the feast was in its zenith, at that particular moment, a handwriting, they saw there. ഇത് കണ്ട ഉടനെ രാജാവ് പരിഭ്രമിച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. So the king was perplexed by that, and he cried aloud by seeing that. ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കില്ല. So the Spirit of God will not argue with a person forever. നാം എപ്പോഴും ദൈവത്തിന്റെ കൈ കീഴെ താണിരിക്കേണ്ടവരായിരിക്കണം. We always have to humble ourselves in the mighty hands of God. അഹങ്കാരം എവിടെയുണ്ടോ അവിടെ വിനയം ഉണ്ടാവുകയില്ല. So wherever there is arrogance and pride, there will be no humility. എന്നാൽ ദൈവം ഉയർത്തിയ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ ഉയർന്നിരിക്കും, വേറൊരു മനുഷ്യനും അവനെ താഴ്ത്തുവാൻ സാധ്യമല്ല. But if God lifts a person, he will be lifted forever. No man can humble him. ഇവിടെ 7-ാം വാക്യം മുതൽ 7-8 വാക്യങ്ങളിൽ താൻ ഭ്രമിച്ചു പോയിട്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ആഭിചാരകന്മാരെയും കൽദരെയും ശകുനരെയും ഒക്കെ വിളിച്ചുകൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. So the king was so perplexed, and he is asking to call the sorcerers, the magicians, and all these Chaldeans. ഈ ബഹളമെല്ലാം കേട്ട് 10-ാം വാക്യം നോക്കിയാൽ നമുക്കറിയാം, രാജാവിന്റെ മഹത്തുക്കളുടെയും വാക്കുഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. And we read in verse 10 that the queen of the king came into that banqueting hall as the request of nobles. ഈ രാജ്ഞി ഈ വിരുന്നിൽ പങ്കെടുത്തിട്ടില്ല. So the queen, she did not participate in that feast. ഒരുപക്ഷെ ഈ രാജ്ഞി ഒരു ദൈവഭക്തയായിരിക്കാം. Maybe this queen is a God-fearing queen. ഈ രാജ്ഞി ബെൽഷസ്സർ രാജാവിന്റെ ഭാര്യയല്ല, ഒരുപക്ഷെ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ്മ വല്യമ്മച്ചിയോ ആവാനാണ് സാധ്യത. So there is a possibility that she is not the wife of Belshazzar, but probably the mother or grandmother of Belshazzar. ഈ രാജ്ഞിക്ക് ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. So she knew very well about the prophet Daniel. അവർ ദാനിയേലിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്ന 11-ാം വാക്യത്തിൽ 11-12 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. There is a man in thy kingdom in whom is the spirit of the holy gods, and in the days of thy father light and understanding and wisdom, like the wisdom of gods, was found in him, whom the king Nebuchadnezzar to thy father, the king, I say thy father, made master of the magicians, astrologers, Chaldeans, and soothsayers. ഉടനെ രാജാവ് ദാനിയേലിനെ വിളിപ്പിക്കുകയാണ്. So all of a sudden, by hearing that, the king called Daniel. 16-ാം വാക്യത്തിന്റെ ഒടുവിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാനിയേൽ പ്രവാചകന് ഈ എഴുതിയിട്ടുള്ള സെന്റൻസിന്റെ അർത്ഥം പറയുവാണെങ്കിൽ കൊടുക്കുന്ന പാരിതോഷികളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. So in verse 16 onwards, we see the prices offering to Daniel if he interpret that that meaning of that handwriting. നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിന്റെ മൂന്നാമനായി വാഴും. So he will be third in the kingdom. ഇവിടെ ദാനിയേലിന് കൊടുക്കുന്ന പവർ, അതുപോലെ തന്നെ പൊസിഷൻ, മണി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. So in that verses we see about the position, the power, the money that will be given to a prophet. എന്നാൽ ദാനിയേലിന്റെ അവിടെ മറുപടി താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ സമ്മാനങ്ങൾ വേറെ മറ്റാർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന്. അർത്ഥം ദാനിയേൽ പ്രവചിക്കാം. So Daniel says he is ready to interpret, but he doesn't need these gifts, and this gift may be given to someone else.
പ്രിയജനമേ, പ്രവാചകന്മാർ കൂലിക്ക് പണിയെടുക്കുന്നവരല്ല. So the prophets, they never minister for a wage. സമ്മാനങ്ങൾ മോഹിച്ച് പ്രതിഫലങ്ങൾ മോഹിച്ച് പ്രവചിക്കുന്നവരല്ല. So they never prophesy expecting a prize or a reward. എന്നാൽ അന്നത്തെ കാലത്ത് ചില കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. അവർ രാജാവിന് അനുകൂലമായി മാത്രം പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാരായിരുന്നു. But even during that period, there were false prophets who were pleasing in favor of king to please him. ദാനിയേൽ ഇവിടെ രാജാവിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ദാനിയേൽ ഈ രാജാവിന്റെ അപ്പനായ നെബൂഖദ്നേസറിന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഇവിടെ 17 മുതൽ 22 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So from verses 17 to 22, before explaining the giving the interpretation, he talks about the father of Belshazzar, who was Nebuchadnezzar. അതിനുശേഷം 22-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവന്റെ മകനായ ബെൽശസ്സറേ, ഇതൊക്കെയും അറിഞ്ഞിട്ട് തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി. So verse 22, he says, even after knowing everything about your father, you did not humble yourself, but you elevated your heart against God. നാം എപ്പോഴും ദൈവത്തോട് എതിർക്കുന്നവരായി തീരരുത്. നാം എപ്പോഴും ദൈവത്തോട് വിനയമുള്ളവരായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. So from this verse we understand that we should never resist God, but we should humble ourselves. ഇതിന്റെ 22-23 വാക്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നാം കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ ആലയത്തിലെ പാത്രങ്ങളെ അവന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്നു. So here in that verse 22 it says that God brought all these vessels into this palace. പ്രിയ ദൈവജനമേ, സകല മനുഷ്യരുടെയും ജീവനും ശ്വാസവും ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. So there we read in that passage that the breath of every man is in the hands of God. നാം പുറത്തേക്ക് വിടുന്ന ശ്വാസം തിരികെ അകത്തേക്ക് എടുക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. The breath that we keep outside, if we have to breathe in, we need the grace of God. എങ്കിൽ നാം അങ്ങനെ ആ ഒരു ബോധമുള്ളവരായി ഇരുന്നാൽ തന്നെ മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ തന്നെ നാം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ആരാധിക്കാനുള്ള നമ്മുടെ മനസ്സ് ഉണ്ടാവുകയും ചെയ്യും. So when we understand that, we will realize so how simple man is, and that will enable us to give honor to God and worship him. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും ബെൽശസ്സർ രാജാവിനെ തന്നെത്താൻ താഴ്ത്താമായിരുന്നു. So by hearing this, the king Belshazzar, he could have humbled himself. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിരുന്നു. So he had to praise God. എന്നാൽ ഇവിടെ അർത്ഥം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേനെ 25-ാം വാക്യം, മേനെ മേനെ തെക്കേൽ ഉഫെസിർ. ഇതിന്റെ കാര്യത്തിന്റെ അർത്ഥമായത് മേനെ മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറോസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യത്വം വിഭാഗിച്ച് മേദർക്കും പാർശ്വർക്കും കൊടുത്തിരിക്കുന്നു. So the handwriting on the wall was mene mene tekel ufarsin. Mene means numbered, and tekel means weighed, and ufarsin, it means that God has numbered and weighed and found you wanting, and has given your kingdom to another king. നമുക്കറിയാം, ഒരു ശത്രു രാജാവ് വേറൊരു രാജാവിനെ പിടിച്ചടക്കി കഴിഞ്ഞാൽ ആ രാജാവിനെ കൊന്നുകളയാണ് പതിവ്. So normally when a king is seized, he will be killed by the another king. ഈ ദാനിയേൽ ഈ കാര്യം പറയുമ്പോൾ പോലും ഈ ബെൽശസ്സർ രാജാവ് തന്നെത്താൻ താഴ്ത്തുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. So even when Daniel explaining all these things to Belshazzar, he did not humble himself or give honor to God. ബെൽശസ്സർ രാജാവ് അവിടെ പിന്നെ ചെയ്യുന്നത് ദാനിയേലിന് ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിക്കാനാണ് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But Belshazzar is doing that after when Daniel explained the interpretation. So he is trying to give the reward for Daniel. എന്നാൽ ഈ സമയത്ത് കോരേശും ദാരിയോശും കൂടെ എങ്ങനെ ബാബേൽ പട്ടണം പിടിച്ചടക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. But at the same time, Darius and Cyrus, they were thinking how to conquer this city at this time. ഈ കോരശിനെ ദൈവം ഉണർത്തുവാൻ കാരണം പ്രവാസികളെ തിരിച്ചു വരാനുള്ള ഉത്തരവിടുന്നത് കോരശാണ്. So it is Cyrus who made a decree that these people who were in exile can return to the Israel. നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ 57-ാം വാക്യം നാം വായിച്ചതാണ്. പ്രഭുക്കന്മാരെ ജ്ഞാനികൾ ദേശാന്തര സ്ഥാനങ്ങളിൽ വീരന്മാരെ മത്തു പിടിപ്പിക്കും. ഇവിടെ ഈ വിരുന്നിൽ അവിടെയുള്ള കാവൽ
പട്ടാളക്കാർ പോലും മത്ത് പിടിച്ച് ഉറങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So from Jeremiah we understand that even the guards they were drunk at that time. ദൈവം കോരശിന്റെ ഹൃദയത്തിൽ ഒരു ഐഡിയ തോന്നിച്ചു. So God gave a thought in the heart of Cyrus. ഈ യൂഫ്രട്ടീസ് താഴെ കൂടെ വന്ന് യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം കുറച്ച് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അരക്കൊപ്പം വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗേറ്റിന്റെ അവിടേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. So if the Euphrates that flows through that wall, if the direction can be turned, then the people can enter through that tunnel. അവർ അപ്രകാരം ആ നദിയുടെ വെള്ളത്തെ ഈ രാത്രിയിൽ തിരിച്ചുവിട്ടു. അവർ കോരശിന്റെയും ദാരിവേശിന്റെയും പട്ടാളക്കാർ ആ ഗേറ്റിലെത്തി ആ താമര കതകുകളെ തകർത്ത് കളഞ്ഞു. So the Cyrus the very night he turned the direction of that Euphrates river, and as the result of that they could enter near to that gate, and they broke the brazen gate and entered into the city. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ താമര കതകുകളെ തകർക്കുന്നു, ഇരുമ്പ് ഓടാമ്പലുകളെ പൊട്ടിച്ചു കളയുന്നു. In Psalms we read that he breaks the brazen gates. ഇവിടെ അങ്ങനെ അപ്രകാരം അവർ ആ കോട്ടയ്ക്കകത്ത് കിടന്ന് ദാരിയാവേശിന്റെ വാളിന്റെ വാൾത്തലയാൽ കൊല്ലുകയാണ്. There we read that they entered and Belshazzar was killed the very night by sword. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. So we can learn a message from this chapter 5. നമുക്ക് റോമാലേഖനം എടുക്കാം. റോമാലേഖനം the epistles written to Romans. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. Chapter 1 verse 21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. Though they knew God, they did not honor God, but that passage says, the content says that they were darkened in their heart. നാം ഏത് മനുഷ്യനും ആദ്യം ദൈവം കാണിച്ചു കൊടുക്കുന്ന ആ വെളിച്ചത്തെ നാം സ്വീകരിക്കേണ്ടതാണ്. ആ വെളിച്ചത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ദൈവം അടുത്ത വെളിച്ചം നമുക്ക് കാണിച്ചു കൊടുക്കുകയുള്ളൂ. So when God gives a light to a person, he has to receive that light. Then only God will give more light into his life. യേശുക്രിസ്തു വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. Jesus Christ came into this world as light. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് നാം എല്ലാവരും ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. So believing in his name and receiving him, we have become his children. ഇന്നത്തെ ദൈവത്തിന്റെ ദേവാലയം എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ശരീരമാണ്. So now the temple is the body of believers. ദൈവത്തിന്റെ മന്ദിരമാണ് വിശ്വാസിയുടെ ശരീരം. Now our body is the temple of God. ഈ മന്ദിരത്തിലെ പൊൻപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വിശ്വാസിയുടെ അവയവങ്ങളാണ്. So the organs of our body is the golden vessels of our temple. ഈ അവയവങ്ങളെ നാം വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതാണ്. So we have to keep our the members of our body in its holiness. ഈ നമ്മുടെ അവയവങ്ങളെ ഒരു കാരണവശാലും ദുരുപയോഗപ്പെടുത്താൻ പാടുള്ളതല്ല. And we should not defile or misuse our body. ബെൽഷസ്സർ ഈ പാത്രങ്ങളെ ദുരുപയോഗം ചെയ്തു. അത് വീഞ്ഞു കുടിക്കുവാനായിട്ട് ഉപയോഗിച്ചു. So Belshazzar he misused that vessels. He used that for drinking wine. അതുകൊണ്ട് ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. വാളിന്റെ വാൾത്തലയാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. And as a result of that, he was killed by sword. ഈ പൊൻപാത്രങ്ങൾ ദൈവത്തിന് വിരോധമായി ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരുടെയും വഴികളെ ദൈവം തൂക്കി നോക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So we read that God weighs the ways of every man, and we should never use this for any unholy purpose. ദൈവം ജ്ഞാനമുള്ള ദൈവമാണ്. Our God is a God of wisdom. ബെൽഷസ്സർ വലിയ രാജാവായിരുന്നു. Belshazzar was a great king. എന്നാൽ ആ രാജാവ് കൊല്ലപ്പെട്ടു. ഒരു മനുഷ്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നത് ദൈവമാണ്. So it is God who turns a man to dust. ഇത്ര വലിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. So we worship such a great and awesome God. ഈ ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. And this thought should be filled in our heart always. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the Lord bless us through these words. May his name be glorified.